വെള്ളിയാഴ്ച 10/4/2026 വൈകുന്നേരം 9 മണിക്ക് ചാക്ക ബൈപ്പാസിൽ ആ റൗണ്ട് അബൌട്ടിലുണ്ടായ ട്രാഫിക് ജാമാണ്. അവിടുത്തെ സിഗ്നൽ ലാമ്പ് കത്തുന്നില്ല, അത് നിയന്ത്രിക്കാനൊരു ട്രാഫിക് പോലീസില്ല. ആകെ കുഴഞ്ഞു മറിഞ്ഞൊരു അവസ്ഥയായിരുന്നു ഇന്നലെ ചാക്ക ബൈപ്പാസിലുണ്ടായത്. അതുപോലെ ഇന്നലെ വൈകുന്നേരങ്ങളിൽ ഈ ബൈപ്പാസ് റോഡ് ആകെ ട്രാഫിക് ജാം കൊണ്ട് ബുദ്ധിമുട്ടിലാണ് ജനങ്ങൾ. ഒരു നാഥനില്ലാ കളരിയായി മാറിയിരിക്കുന്നു പല ഇടങ്ങളിലും. എന്തുകൊണ്ടാണെന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ശരിക്കും കേരളത്തിൽ ഒരു ഭരണമില്ലേ? നാഥനില്ലാ കളരിയായി മാറിയോ? ഇലക്ഷൻ കഴിഞ്ഞു, ഇനി എന്താണ്? മലയാളികൾക്ക് എന്തു പറ്റി? തമ്മിത്തല്ലും രാഷ്ട്രീയവും ചെളിവാരി എറിയലും കുതികാലിൽ വെട്ടുമൊക്കെ കൊള്ളാം, പക്ഷേ ജനങ്ങൾക്ക് സ്വസ്ഥമായി സ്വൈരമായി ജീവിക്കണ്ടേ? ഈ ട്രാഫിക് ജാമിന് ഇടയിലൊരു ആംബുലൻസ് പെട്ടു, അത് എങ്ങനെയൊക്കെയോ ഒരുവിധം കടന്നുപോയി. ഇതിൽ വളരെ രസകരമായി തോന്നിയത് ഈ ട്രാഫിക് ജാം നിയന്ത്രിച്ചത് ഒരു ബംഗാളിയാണെന്നതാണ്. അത്രമേൽ നമ്മുടെ കേരളം, നമ്മുടെ തലസ്ഥാനത്തിൻ്റെ അവസ്ഥ ഇത്രയ്ക്ക് അധപ്പതിച്ചുവോ? ബംഗാളികളെ കുറ്റം പറയുന്നതല്ല, ഒരു ബംഗാളിക്ക് അത് തോന്നി ആ ട്രാഫിക് ജാം ഒന്ന് നിയന്ത്രിക്കാൻ. ഇതാണ് നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ അവസ്ഥ. അയ്യോ കഷ്ടം. ബോട്ടിലില്ലെന്നാ പറഞ്ഞല്ലേ?